കേരള സ്റ്റോറി. എടാ ഇത് ഞാൻ പറഞ്ഞില്ലേ, വേറെ ഏതോ നാട്ടിൽ നടക്കുന്ന എന്തോ അപരാധം എടുത്തു വെച്ച് കാണിച്ചിട്ട് അത് കേരളത്തിന്റെ സ്റ്റോറിയാണെന്ന് പറഞ്ഞ് ഇറക്കുന്നത് തന്തയില്ലായ്മയാണ്. അത് കാണുന്ന എല്ലാവർക്കും അറിയാം, അത് കണ്ട എല്ലാവർക്കും അറിയാം ഇത് കേരളത്തിലുള്ള നടന്ന ഒരു നടക്കുന്ന സംഭവമേ അല്ലെന്ന്. മനസ്സിലായ? ഇതൊക്കെ ഇതൊക്കെ ഇവന്മാര് ചുമ്മാ എന്തിനാണ് ഇത് ഇറക്കി വിടണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം പറയാലോ, ഇത് എവിടെ നടന്നതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേരളത്തിന്റെ ഏത് ഭാഗത്ത് ഇത് നടന്നത് എനിക്കിപ്പോഴും ഞാൻ ആലോചിക്കണം. അത് ഇതിനകത്ത് എടാ അങ്ങനെ ഞാൻ എന്തല്ലോ, ഞാൻ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാൻ പോണേ. എവിടുന്നേലും കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ബീഹാർ സ്റ്റോറി എന്ന് പറഞ്ഞ് റോഡിൽ ടാറിട്ട റോഡൊക്കെ ഈ ബീഹാറിൽ നടന്ന കാര്യമാണ്. ടാറിട്ട റോഡ് പണി കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ നേരെ പോയി ടാറ് കോരി ഇതിനകത്തിട്ട് കൊണ്ടുപോണ്. റോഡിന്റെ ടാറ് അത്രയും വിവരമില്ലാത്ത ആൾക്കാരൊന്നും അല്ല നമ്മുടെ ഇവിടെ. മനസ്സിലായ? അത്രയും വിവരം. കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, ഒരു മിണ്ടപ്രാണി പൂച്ചയെ രക്ഷിക്കാൻ കേരളത്തിലെ ആൾക്കാരെടുത്ത ഇനിഷ്യേറ്റീവ്. ഇതൊന്നും വേറെ ഒരു നാട്ടിലും എടുക്കുക. ഒന്നും പോട്ടെ, ഇനി ഏതവൻ എന്നെ പിടിച്ച് തല്ലിയാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ പറയട്ടെ, വെളിയിലുള്ള ഏതവൻ പിടിച്ച് തല്ലിയാലും പറയാം. അറ്റ്ലീസ്റ്റ് നമുക്ക് ഫാമിലി ആയിട്ട് യാത്ര ചെയ്യാൻ കേരളത്തിൽ എവിടെ വേണേലും പറ്റും രാത്രിയിൽ. അല്ലാതെ വഴി നീളം ഓരോരുത്തന്മാരെ തടഞ്ഞു നിർത്തി മുട്ട എറിഞ്ഞും വണ്ടിയുടെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചും നമ്മളെ എന്തായാലും കട്ടും പിടിച്ചു. നല്ല ആമ്പിള്ളേരുള്ള നാടാണ്, നല്ല തല്ല് കിട്ടുമെന്ന് അറിയാം ആൾക്കാർക്ക്. മനസ്സിലായ ഇവിടെ? അതുകൊണ്ട് അങ്ങനൊന്നും നടക്കാത്ത നാടാണ് കേരളം. അവിടുത്തെ കാര്യമൊക്കെ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് കാണിക്കുന്നതിന് എനിക്ക് യാതൊരു താല്പര്യമില്ല. ഇനി ആരെന്ത് പറഞ്ഞാലും എന്ത് ഏറ്റു വന്നാലും എനിക്കൊരു കോപ്പില്ല. പറയാൻ മനസ്സിലായ? അത് കണ്ടിട്ട് എനിക്ക് അത്രേ പറയാനുള്ളത്. നോർത്ത് ഇന്ത്യ ഒക്കെ ട്രാവൽ ചെയ്തവർക്ക് അറിയാം ഗൈസ്. ഞാൻ കാറിലൊക്കെ പോണവന്മാർക്ക് അറിയാം, വഴിയെ പോണവനെ പിടിച്ചു നിർത്തുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ചെറിയ ചെറിയ ഗ്രാമ സൈഡുകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് ആരാ, നിയമം എന്തുവാന്ന് പോലും ഇവന്മാർക്ക് അറിയത്തില്ല. പിന്നെ ഇവർ ഈ ക്രൈം ചെയ്യുന്നതിലേ, ഇവർ ഈ ഇങ്ങനത്തെയൊക്കെ കാര്യം കാണിക്കുന്നതിലൊരു ഫാക്റ്റ് ഉണ്ട്. എന്താന്ന് പറയട്ടെ, വിവരവും വിദ്യാഭ്യാസവും അതില്ല. കാരണം ആരെങ്കിലും അടിച്ചു കൊന്നാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താന്ന് പോലും ഇവന്മാർക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായോ? ഇവന്മാർക്ക് അറിഞ്ഞുകൂടാ. അതിന് പഠിക്കാൻ പോകണ്ടടാ. അതിന് മറ്റേ ഈ പാൻ മസാലയും ചവച്ചുകൊണ്ടിരുന്നാൽ പോരല്ലോടാ. മറ്റേ പാനിപ്പൂരിൽ നിന്നും പാൻ മസാലയും ചവച്ചുകൊണ്ടിരുന്ന ഇവന്മാർക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഈ മെയിനായിട്ട് ഈ സംഭവം നടക്കുന്നത്. എന്തായാലും ഇവന്മാരെക്കാളൊക്കെ നല്ല നന്മയും മറ്റേ ഇതുമുള്ള നാട് നമ്മുടെ കേരളം തന്നെ, പറയാതിരിക്കാൻ വയ്യ. ഇനിയത്തെ കേരള സ്റ്റോറി ഇയാളെ കാണാൻ പോവാതിരുന്നാൽ മതി. നിങ്ങളൊക്കെ എന്തിനാ കാണണം എടുത്തു വെച്ച്? കാണരുത് ഇവനൊന്നും. ഇവന്റെ ഇതൊന്നും എടുത്തു വെച്ച് കാണുകയോ ചെയ്യരുത്. അവാർഡ് കൊടുക്കാൻ കുറെ പേര്. പിന്നെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. നമ്മളെ സ്വർഗത്തിൽ സത്യം പിന്നല്ല. കുറച്ച് ബീഫ് എടുക്കട്ടെ. എടാ, ഞാൻ എന്ത് തിന്നണം, ഞാൻ എന്ത് കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. അതുപോലെ നിങ്ങളൊക്കെ എന്ത് കഴിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നതിൽ ഏതെങ്കിലും ഒരുത്തം തീരുമാനം എടുക്കാൻ വന്നാൽ അവൻ്റെ അടിച്ച് മോന്തേങ്ങ് പൊളിക്കണം. നിനക്ക് തിന്നാൻ പറ്റത്തില്ലെങ്കിൽ നീ തിന്നണ്ട. എനിക്ക് തിന്നാൻ ഇഷ്ടമുള്ള കാര്യം ഞാൻ തിന്നും. അങ്ങനെ ശീലിച്ച് വളർന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? നമ്മൾ അങ്ങനെ തന്നെ പണ്ട് തൊട്ടേ ഇവിടെ. ഇനി എന്ത് വന്നാലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന, നമ്മളിവിടെ ലീഗലായിട്ടുള്ള സാധനങ്ങൾ എന്തുണ്ടോ അതെല്ലാം കഴിക്കും. പിന്നെ അതിന് ബീഫ് കഴിച്ചെന്ന് പറഞ്ഞ് ഞാൻ നല്ല ബീഫ് കിട്ടിയ നല്ല ബീഫൊക്കെ നല്ല കാന്താരി അരച്ച് വെച്ചത്, മുളക് അരച്ച് വെച്ചൊക്കെ ബീഫ്, എന്തൊരു ടേസ്റ്റാണ്. പൊറോട്ടയുടെയൊക്കെ കൂടെ കഴിക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒഫൻസീവ് ആവുന്ന ആൾക്കാരുണ്ടോ? എൻ്റെ അമ്മേ, എനിക്ക് അതാണ് ആലോചിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒഫൻസീവ് ആവും ആൾക്കാർ. ബീഫ് കഴിക്കാന്ന് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമല്ല, നീ തിന്നണ്ട. എൻ്റെ തീറ്റ നിർത്താൻ ഒരുത്തിനും വരണ്ട. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കിടെ നാട്ടിലുണ്ട്. അത്രേ ഉള്ളൂ. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട സത്യം ചുമക്കാനും വയ്യ, ചിരിക്കാനും വയ്യ. എന്റെ തൊണ്ടനം പോടാ. എനിക്ക് മറ്റുള്ള ഈ ചുമറും ഈ വൃത്തികെട്ട പനി വന്ന എന്റെ തൊണ്ടയൊക്കെ കൊണ്ടുപോയി. മനസ്സിലായ? അയ്യോ, അറിയാതെ പറഞ്ഞു പോയതാ. ക്ഷമിക്കണം നീ എൻ്റെ അടുത്ത്.